ഭയന്ന് ജീവിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ശിക്ഷയും ഒരു മനുഷ്യന് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല എന്ന് പഴയ ആൾക്കാർ പറയും. ഇപ്പോൾ ലോകത്ത് മരണഭയത്തോടുകൂടി, അതായത് താൻ എപ്പോൾ കൊല്ലപ്പെടുമെന്നറിയില്ല, എന്നാൽ താൻ എപ്പോഴെങ്കിലും കൊല്ലപ്പെട്ടേക്കാം, അത് ഉടനെ തന്നെ കൊല്ലപ്പെട്ടേക്കാം എന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രധാനമായും പാകിസ്ഥാനിലാണ് ഈ ആൾക്കാരൊക്കെ ഉള്ളത്. ഒന്ന് ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ്, രണ്ടാമത് സക്കീർ നായിക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു നിമിഷം ഒരു അജ്ഞാതൻ, അത് ആരെന്ന് പോലും ആർക്കും അറിയില്ല, തന്നെ ഒരു തോക്കിൻ്റെ ഒരു പിടിയിൽ തീർക്കും എന്ന് ഇവർക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അജ്ഞാതന്റെ വിളയാട്ടം അവസാനിക്കുന്നില്ല. ഹാഫിസ് സെയ്ദിന്റെ മറ്റൊരു ബന്ധുവിനെ കൂടെ തീർത്തിരിക്കുകയാണ് ഇപ്പോൾ അജ്ഞാതൻ. ഇയാളുടെ മുഖം പോലും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ ശത്രുവായ ഹാഫിസ് സെയ്ദിന്റെ മറ്റൊരു ബന്ധു പാകിസ്ഥാനിലെ കറാച്ചിയിൽ കൊല്ലപ്പെട്ടു. ആക്രമികൾ അദ്ദേഹത്തെ കടയിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത്. ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ-ഇ-തൊയ്ബയ്ക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഹാഫിസിന്റെ ബന്ധു പ്രവർത്തിച്ചിരുന്നതായ റിപ്പോർട്ടുകൾ പറയുന്നു. അബ്ദുൾ റൈ ഫണ്ട് റൈസുകൾ കറാച്ചിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കാറുണ്ടായിരുന്നു. അവ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്ത ശേഷം അവർ തീവ്രവാദ സംഘടനയിൽ എത്തുമായിരുന്നു. ഇതായിരുന്നു അയാളുടെ പ്രധാന പരിപാടി. അങ്ങനെ അയാളും തീർന്നിരിക്കുന്നു. ഹാഫിസ് സെയ്ദിന്റെ മറ്റൊരു വലിയ ഒരു പിന്തുണക്കാരൻ കൂടെ തീർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്രമിയെ ആരും കണ്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് വേറൊരു കൗതുകകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ വളരെയധികം അസ്വസ്ഥരാണ്. പ്രധാനമായിട്ടും ഈ അജ്ഞാതന്റെ ഒരു വിളയാട്ടം അതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നു. ഒരു വശത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ബലൂചിസ്ഥാൻ ആസ്ഥാനമായുള്ള തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനും വിമതർ പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യമിടുന്നു. മറുവശത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ രാജ്യത്തെ അജ്ഞാതരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തിയവരെ ഒന്നൊന്നായി കൊന്നൊടുക്കുന്നു. പാകിസ്ഥാൻ പോലീസ് നടത്തിയ അന്വേഷണം ഹാഫിസിന്റെ ബന്ധുവിന്റെ കൊന്ന ആളെ ആരും കാണുകയോ തിരിച്ചറിയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഹാഫിസിന്റെ അനന്തരവൻ നേരത്തെ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമം കൊടുത്തിരുന്നതാണ്. നേരത്തെ മാർച്ച് 16 അജ്ഞാതരായിട്ടുള്ള തോക്കുധാരികൾ ഫൈസൽ നദീം എന്ന അബു ഖത്തർ സിന്ധിയെ കൊലപ്പെടുത്തിയത്. ഇത് വലിയ രീതിയിലുള്ള ആഘാതമാണ് സൃഷ്ടിച്ചത്. അബു ഖത്തറിനെ കൊല്ലപ്പെടുത്തുമ്പോൾ ഹാഫിസ് സെയ്ദ് ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു. ഹാഫിസ് സെയ്ദിന് ഗുരുതരമായി പരിക്കേറ്റ് ഹാഫിസ് സെയ്ദ് മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതേസമയം ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഒന്നും സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹാഫിസ് സെയ്ദിന്റെ മറ്റൊരു അനുയായിയെ കൂടെ വധിച്ചിരിക്കുന്നത് അജ്ഞാതൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.